Hello, welcome to Tilja's World. Happy Mother's Day to all the wonderful mothers. ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം എൻ്റെ മക്കളും കെട്ടിയവനും കൂടി എന്നെ സർപ്രൈസ് ചെയ്തു കേട്ടോ. മക്കളുടെ ഗിഫ്റ്റ് ആക്ച്വലി കുറച്ച് ദിവസങ്ങൾ മുന്നേ തന്നതാണെങ്കിലും അവരെന്നെ മാക്സിമം സർപ്രൈസ് ചെയ്യാൻ തന്നെ ശ്രമിച്ചു കേട്ടോ. ഈ ദിവസം വളരെ ക്യൂട്ടായിട്ടൊരു ജർമ്മൻ പാട്ടൊക്കെ ഒരു അമ്മേനെക്കുറിച്ചും അമ്മയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് മൂലം ഞാനത് സൈലൻ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പം ഈ ദിവസം കുറേ ഒരു 1 വീക്ക് ഹോളിഡേയ്സിന് മുന്നേ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന റോസാപ്പൂക്കളാണത്. അതവൻ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഹോളിഡേ അന്ന് ക്ലാസ് അടയ്ക്കുന്ന ദിവസം അവൻ സ്കൂൾ ബാഗിൽ കൊണ്ടുവന്നപ്പോഴേക്കും അത് അറിയാണ്ട് ഇച്ചിരി പൊട്ടിപ്പോയി ഒരു റോസാപ്പൂവിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര വിഷമത്തിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, അത് കണ്ടാൽ തന്നെ അറിയാം. ഇതവർ എനിക്ക് നല്ല യെല്ലോ റോസാപ്പൂക്കൾ തന്നെയാണ്, അത് മെയിൻ ജെൻസ് തന്നെ മേടിച്ച് കൊടുത്തതായിരിക്കും. അപ്പം ഈത്തനുണ്ടാക്കിയ മാല, ഇവർ രണ്ടുപേരും എനിക്ക് കാർഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഭയങ്കര ഇന്നോവേറ്റീവാണ് കേട്ടോ രണ്ടുപേരും. ഭയങ്കര കലാപരമായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചേട്ടൻ ചെയ്യുന്നത്, അതായത് അച്ചാച്ചൻ കാണിക്കുന്നത് അനീതിയും ചെയ്യും. അപ്പോൾ ജെൻസ് എന്നെ കാണിക്കുമായിരുന്നു, ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളതൊക്കെ. ഭയങ്കര സന്തോഷം തോന്നി. ഇത് നമുക്കൊരു പൂ പോയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാൽ പോലും ഭയങ്കര സന്തോഷമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈത്തൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന റോസാപ്പൂ. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പോയതിൻ്റെ ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു ഈ ദിവസം. സാറാമ്മൻ്റെ ഗിഫ്റ്റിലിട്ട് വരുമ്പം ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അതുള്ളത് അത് കിൻഡർ ഗാർഡൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇത് പ്ലേ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. പ്ലേ സ്കൂളിൽ കൊണ്ടുവന്നത് എനിക്ക് ചിരിച്ചിട്ട് വയ്യായിരുന്നു. അതവർ ഫോട്ടോ എടുത്തപ്പോൾ തലമുടിയൊക്കെ പറന്നിരുന്നിട്ട്, പക്ഷെ എന്താണെന്നെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇത് ഈത്തനുണ്ടാക്കിയ മാലയാണ്. ആ മാല എന്നെ അണിയിക്കുന്ന ഒരു രംഗമാണ്. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ, പല്ല് പോലും തേച്ചിട്ടില്ല. അപ്പോൾ കണ്ണൊക്കെ തുറന്നു വരുന്നുള്ളൂ. പക്ഷെ നല്ലൊരു മൂമെൻ്റാണ്. മക്കൾ നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അവരും ഭയങ്കര എക്സൈറ്റഡാണ്. ഈ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് മദേഴ്സ് ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കണകുണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയുടെ റിയാക്ഷന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഇതിപ്പോൾ ഈ പിള്ളേരിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി അതിന് വെള്ളത്തിൽ കൊണ്ടുപോയി സിങ്കിലിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ ഉള്ളൊരു ഇതൊക്കെ ഇവർ തന്നെ കണ്ടുപിടിക്കുന്ന എന്തൊക്കെയോ ഐഡിയാസാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്തതായിട്ടിൻ്റെ ഈ ഐഡിയാസ്. സാറാമ്മ കൂടുതലും ഈത്തൻ കാണിച്ചതിൻ്റെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കണ്ടോ, ഇത് ഇതിൻ്റെ അകത്ത് ഇടുമ്പോഴേക്കും കളറ് വരുന്നു. രസമുണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് തോന്നി. അപ്പം ഭയങ്കര രസമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കണ്ടു. ഇതാണ് നമ്മുടെ പള്ളിയുടെ ചുറ്റുമുള്ള ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ് ഇത്. അപ്പോൾ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ മലയാളി ഇടവകങ്ങളുണ്ട്, അവരായിട്ടൊക്കെ മിണ്ടി പറഞ്ഞ് അവരെല്ലാവരും പോയി. പള്ളിയിൽ നിന്ന് ഈത്തന് കിട്ടിയ ഒരു പൂക്കളാണ്. അവൻ എനിക്ക് വീണ്ടും ഒരു പൂക്കളൊക്കെ കൊണ്ട് തന്നു. ഈ നിമിഷം ഞാൻ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എൻ്റെ അമ്മയ്ക്കും നല്ലൊരു ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള സകല അമ്മമാർക്കും ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഹാവ് എ ലവ്ലി ബ്ലെസ്ഡ് സൺഡേ.